തിരുവനന്തപുരം മംഗലപുരത്ത് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുകയാണ്. വലിയ ഒരു ടാങ്കർ ലോറിയാണ്. LPG വാതകം കൊണ്ടുപോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ്. ഇന്ന് പുലർച്ചെ ഏകദേശം 4 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ടാങ്കർ ലോറി മറിഞ്ഞ് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നുള്ളത് വേണം പറയാൻ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ പരിക്കുകളില്ല, സാരമായ പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു. ഇപ്പോൾ വലിയൊരു ഭീതിജനകമായൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ മംഗലാപുരം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മംഗലാപുരം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതലകൾ വഹിക്കുന്നത്. അവർ പറയുന്നത് നിലവിൽ ഇത് വലിയ രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന ഭീതിജനകമായ സാഹചര്യമില്ല, കാരണം വാതക ചോർച്ച ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പുലർച്ചെ 4 മണിക്ക് നല്ല മഴയുള്ള ഒരു സമയം കൂടിയാണ്. തിരുവനന്തപുരം മുഴുവനും വലിയ രീതിയിലൊരു മഴ, ശക്തമായ മഴ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള റോഡ് പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വണ്ടിക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല, സർവീസ് റോഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത്തരത്തിലാണ് ഇതിപ്പോൾ താഴേക്ക് പതിച്ചിരിക്കുന്നത്. വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് പറയുന്നതെങ്കിലും LPGയുടെ ഭാഗത്തു നിന്ന് അവർ വന്ന് വാതകം മറ്റൊരിതിലേക്ക് മാറ്റി ഈ ടാങ്കർ ലോറി ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടം ഫയർ സ്റ്റേഷനിലെ വ്യക്തികളാണ്, ഫയർ റെസ്ക്യൂ ടീമാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്നത്. അതുപോലെ തന്നെ മംഗലാപുരം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ രാവിലെ 4 മണിയോടെയായിരുന്നു കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലിക്ക് പോകുന്ന വഴിക്ക് കഴക്കൂട്ടം മംഗലാപുരത്ത് വെച്ച് ഇത്രയും വലിയൊരു ഭീമമായൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഭാഗ്യവശാൽ നിലവിൽ വാതക ചോർച്ചയില്ല എന്നുള്ള ഏറ്റവും വലിയൊരു ആശ്വാസകരമായൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ വലിയൊരു ആശ്വാസമായി നിൽക്കുന്നത്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മുഴുവൻ വാതകവും മറ്റൊന്നിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അത് മാറ്റിയതിനു ശേഷം കൂടുതൽ ഇത് ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ്, ഇന്ന് രാത്രിയോടെ തന്നെ ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മംഗലാപുരം പോലീസിൻ്റെ പ്രതികരണം പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഈ LPG വാതക പ്ലാന്റുമായി ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അവരും കൂടെ വന്നതിന് ശേഷമായിരിക്കും വ്യക്തമായ ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. ഏകദേശം നല്ല വലിയൊരു ശ്രമകരമായൊരു ജോലി തന്നെയായിരിക്കും അല്ലേ? വലിയ കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. വലിയൊരു ജോലി തന്നെയാണ്. സമയം എടുക്കുമായിരിക്കും. വൈകിട്ട് 6-7 മണി വരെ. ഇതിപ്പോ വേറെ ഒന്നിലേക്ക് മാറ്റുകയാണോ ചെയ്യുന്നത്? ഒന്നിട്ട് മാറ്റുകയാണ്, പ്രോഡക്റ്റ് മാറ്റുന്നത്. ആ ടാങ്കറിലോട്ട് ഇവിടുന്ന് ഞങ്ങളുടെ വണ്ടി വെച്ച് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പണി നടക്കൂ. വാതകം ചോരാതെ നോക്കുക, അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുരക്ഷിതമായി തന്നെ മാറ്റാൻ കഴിയും. അല്ലായിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു. എന്തായാലും ഏറ്റവും വലിയൊരു ആശ്വാസം ഇത് സുരക്ഷിതമായി തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഇത്തരത്തിലൊരു വാതക ചോർച്ചയും ഇല്ലാത്തത് കൊണ്ട് തന്നെ സുരക്ഷിതമായി ഇതിൽ നിന്ന് മറ്റൊരു ടാങ്കറിലേക്ക് വാതകം മുഴുവനായി തന്നെ മാറ്റുന്നു. അതിനുശേഷം ഇത് ഉയർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ നടപടിക്രമങ്ങളും ജോലികളെല്ലാം രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം വൈകിട്ട് 6-7 മണിയോടുകൂടി ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരം മംഗലാപുരത്താണ് സംഭവം. അജിത്തിനൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് TV.